إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കുവാൻ കഴിവിന്റെ പരമാവധി മനസ്സറിഞ്ഞ് ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്വൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നിറങ്ങൾക്ക് ഏറെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് നമുക്കൊക്കെ തന്നെയും പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുക, ശാരീരികമോ മാനസികമോ ഒക്കെ ആയിട്ടുള്ള വൈകല്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതൊക്കെ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച് നമ്മുടെ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ടുന്ന രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ നാടുകളിലുമൊക്കെ ഒട്ടേറെ പേരുണ്ട്. അവർക്ക് വന്നു ചേർന്ന രോഗങ്ങളെ തൊട്ട്, മറ്റ് അപകടങ്ങളെ തൊട്ട്, വൈകല്യങ്ങളെ തൊട്ട്, അതിനെ തുടർന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേദനകളും യാതനകളും എല്ലാം കടിച്ചമർത്തി കഴിയുന്ന ആ മനുഷ്യന്മാർ അർഹമുർ-റഹീമീനായ റബ്ബേ, അവർക്കതെല്ലാം സധൈര്യം നേരിടാനുള്ള മനക്കരുത്തും
ക്ഷമയും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം പ്രയാസങ്ങൾക്കെല്ലാം പകരമായി സ്വർഗം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ അത്തരം മാരാരോഗങ്ങളിലേക്കോ വൈകല്യങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ തള്ളി നീക്കി പരീക്ഷിക്കരുതേ റഹ്മാനെ. സഹോദരന്മാരെ, ഇത്തരം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന മനുഷ്യന്മാർ അവരിൽ തന്നെയും വലിയ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങൾക്കും അത്തരം രോഗികൾക്കുമെല്ലാം വലിയൊരു തണലാണ്, വലിയൊരു സമാധാനമാണ്, വലിയൊരു ആശ്വാസമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ. ഇന്നലെ നമ്മൾ പാലിയേറ്റീവ് ദിനം ആചരിക്കുകയായിരുന്നു. പാലിയേറ്റീവ് സംവിധാനങ്ങളിലൂടെയും അല്ലാതെയും അത്തരം രോഗികളെ പരിചരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അർഹമറാഹിമീനായ റബ്ബ് എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അത്തരം ആളുകളോട് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വ്യക്തിപരമായി തന്നെ വലിയ ഉത്തരവാദിത്തമുണ്ട്, വലിയ ധർമ്മമുണ്ട്. ആ ധർമ്മത്തെക്കുറിച്ച് ഉണർത്തുക എന്നത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതും. മാറാരോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അപകടങ്ങളെ തുറന്ന്, അല്ലെങ്കിൽ ജന്മനാൽ തന്നെ പല അസുഖങ്ങൾക്കും പല വൈകല്യങ്ങൾക്കും പല പ്രയാസങ്ങൾക്കും ഇരയായിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും വീടകങ്ങളിൽ മാത്രം തളക്കപ്പെട്ട ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും യാതനകളും കടിച്ചമർത്തി ജീവിക്കുന്ന മനുഷ്യന്മാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണതുണകൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരായിക്കൊള്ളട്ടെ, അവരോട് വ്യക്തിപരമായി അവരോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. സാമ്പത്തികമായോ ശാരീരികമായോ അവരെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനോ വലിയ കഴിവോ സാഹചര്യമോ നമുക്ക് ഇല്ലെങ്കിൽ പോലും നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും അവരെ ഇടയ്ക്കിടെ സന്ദർശിച്ച് അവർക്ക് മാനസികമായ ധൈര്യം നൽകുന്ന, മാനസികമായ കരുത്ത് പകരുന്ന, സ്വാന്തനം നൽകുന്ന നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും സഹോദരന്മാരെ അവരുടെ കൂടെ നിൽക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ നമുക്കാവേണ്ടതുണ്ട്. അത് നമ്മുടെയൊക്കെ ഈമാനിന്റെ വിശാലതയുടെ, ഈമാനിന്റെ ദാർഢ്യതയുടെ അടയാളമാണ്, അതിന് അനിവാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇത്തരത്തിലുള്ള പല രോഗികളും, ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പല ആളുകളും അവർക്ക് അതിനു വേണ്ട ഡോസേറിയ ആ മരുന്നുകൾക്കെല്ലാം, ആ മരുന്നുകൾ കൊണ്ട് കിട്ടുന്ന ഫലത്തേക്കാളൊക്കെയും പലപ്പോഴും പലർക്കും ഉപകാരപ്പെടുന്നത് നമ്മിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ മൊഴിമുത്തുകളായിരിക്കും. അങ്ങനെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ. റസൂലുള്ളാഹി ഒരിക്കൽ ഒന്ന് വല്ലാതെ ഭയപ്പെട്ടു, പേടിച്ചു വിറച്ചു. വീട്ടിൽ കുറച്ചു കാലം പനി ബാധിച്ച് കിടക്കേണ്ടി വന്നു. ആ ഘട്ടത്തിൽ മാനസികമായി റസൂലുള്ളാഹിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്കുകൾ നൽകി പ്രവാചകന്റെ കൂടെ ഒരാൾ ഉറച്ചു നിന്നു. അവരുടെ പേരാണ് പ്രവാചകന്റെ ഒന്നാമത്തെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ.
ചരിത്രം ഞാൻ പരത്തി പറയേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, തന്റെ 40-ാമത്തെ വയസ്സിൽ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട് പേടിച്ച് പരിഭ്രാന്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ രൂപം മനുഷ്യരൂപമല്ല, ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം, ജിബ്രീലിന്റെ ഒറിജിനൽ രൂപം, അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ആദ്യമായി കണ്ട് വല്ലാതെ പേടിച്ച് പരവശനായി വീട്ടിലേക്ക് പനിച്ചു വിറച്ച് ഓടിച്ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുത്ത് സമ്മിലൂനി ഖദീജ എന്ന പ്രവാചകന്റെ താല്പര്യത്തെ മുൻനിർത്തി എന്നെ ഒന്ന് പുതപ്പിക്കൂ ഖദീജ എന്ന പ്രവാചകന്റെ താല്പര്യത്തെ മുൻനിർത്തി പ്രവാചകനെ പുതപ്പിച്ചൊരു ഭാഗത്ത് കിടത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് പറയുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. എന്തായിരുന്നു ആ വർത്തമാനം? ഫവല്ലാഹി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലാ യുഖ്സികല്ലാഹു അബദാ, അങ്ങയെ അല്ലാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രയാസപ്പെടുത്തില്ല. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഒരു പ്രയാസവും അല്ലാഹു വരുത്തി വെക്കില്ല. കാരണം ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബ ബന്ധം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവനാണ്. അതോടൊപ്പം വതഹ്മിലുൽ ഖല്ല, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഭാരം ചുമക്കുന്നവനാണ് താങ്കൾ. വതക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, വിഭവങ്ങൾ തന്നാൽ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് താങ്കൾ. വതുഖരി അൽളയൂഫ്, അതിഥികളോട് മാന്യമായി പെരുമാറുന്ന ആളാണ് താങ്കൾ. വതുഗീനു അലാ നവാഇബിൽ ഹഖ്, ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വലിയ ഉപകാരിയാണ് താങ്കൾ, വലിയ സഹായിയാണ് താങ്കൾ. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരിയായി ജീവിക്കുന്ന അങ്ങയെ ഒരിക്കലും അല്ലാഹു പ്രയാസപ്പെടുത്തില്ല, വേദനിപ്പിക്കില്ല. അങ്ങ് പേടിക്കണ്ട, അങ്ങ് വിഷമിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ പകർന്നു നൽകിയ ആ സ്വാന്തനത്തിന്റെ, ആ ധീരതയുടെ, ആ ധൈര്യത്തിന്റെ, ആശ്വാസത്തിന്റെ തെളിനീരിനെ കുറിച്ച്, ആ മൊഴിമുത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി ഇടയ്ക്കിടെ സ്മരിക്കാറുണ്ടായിരുന്നു, ഓർക്കാറുണ്ടായിരുന്നു, തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇത്ര വേണ്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത്തരം രോഗികൾ കഴിക്കുന്ന ഡോസേറിയ മരുന്നുകളെക്കാൾ ഒരുപക്ഷെ ഫലപ്പെടും നമ്മിൽ നിന്നുള്ള ആശ്വാസത്തിന്റെ വാക്കുകൾ. അതിന് നമുക്ക് കഴിയണം. അങ്ങനെ സഹോദരന്മാരെ, അത്തരം ആളുകളുടെ അരികിൽ ചെന്ന് അവരോട് നല്ല വർത്തമാനം പറഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ, പ്രത്യേകിച്ച് മാനസികമായ സപ്പോർട്ട് കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം. പലപ്പോഴും അത്തരം ആളുകളുടെ മാനസികാവസ്ഥ തന്നെ വളരെ ഡൗൺ ആയിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. വലിയ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു അപകടത്തെ തുടർന്നോ അല്ലാതെയോ വന്നു ചേരുന്ന മാനസികമോ ശാരീരികമോ ആയ വൈകല്യങ്ങളിലേക്ക് വഴുതി വീണുപോയാൽ, വീടകങ്ങളിൽ, കിടപ്പുമുറികളിൽ ഒറ്റപ്പെട്ട് രാപ്പകൽ ഭേദമില്ലാതെ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ, കിടന്ന കിടപ്പിൽ തന്നെ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ, പരസഹായമില്ലാതെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വന്നാൽ, സ്വാഭാവികമാണ് ഏതൊരു മനുഷ്യന്റെയും ഹൃദയം, മനസ്സ് അല്ലേ, ഒന്ന് ചഞ്ചലപ്പെടും, ഒന്ന് ഡൗൺ ആയി പോകും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് നമ്മൾ നിരന്തരം അവരുടെ മനസ്സിൽ ഒരു പക്ഷെ തോന്നി വെക്കും, പടച്ചോനെ, എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ തുണകൾക്കും എല്ലാം ഞാൻ വലിയൊരു ഭാരമായല്ലോ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരെ ആ മനുഷ്യന്മാർ ചെന്നെത്തും അല്ലേ. അപ്പൊ അവരടുത്ത് ചെന്നിരുന്ന് അവരെ തലോടി ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ് എന്ന പ്രവാചകന്റെ വചനം നമ്മൾ ഉരുവിട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്, പേടിക്കണ്ടടോ, ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണാണ്, ഇതൊക്കെ ദുനിയാവ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പരമാവധി നീ ക്ഷമിക്കൂ.
റബ്ബുണ്ടല്ലോ, എല്ലാം കാണുന്നവനായി കേൾക്കുന്നവനായി. അവനോട് നമുക്ക് പറയാം, നമുക്ക് കൂട്ടായി പറയാം, അതുകൊണ്ട് ക്ഷമിച്ചോ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ചെറിയ ഒരു മുള്ളു തറക്കുന്നത് പോലും അതിൻ്റെ മുൻപിൽ അവൻ കാണിക്കുന്ന ക്ഷമക്ക് പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന്റെ ദർജകൾ ഉയർത്തപ്പെടാനും സ്വർഗം ലഭിക്കാനും വരെ കാരണമാകുമെന്ന പ്രവാചക അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് സഹോദര, ക്ഷമിക്കൂ, റബ്ബിനോട് പ്രാർത്ഥിക്കൂ, അല്ലെ? ആ രീതിയിൽ സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകി സഹോദരന്മാരെ ഏതൊരവസരത്തിലും അവരുടെ കൂടെ നമ്മൾ നിൽക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം നമ്മെ തേടി വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആശ്വാസം പകരുക സഹോദരന്മാരെ. അങ്ങനെ ആളുകൾക്ക് ആശ്വാസം പകരുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ ജീവിച്ചാൽ നമുക്കുള്ള ഗുണം എന്താ? നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ഗുണം അത്തരം രോഗികളുടെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോ അതുവഴി നമ്മൾ അള്ളാഹുവിന്റെ മുൻപിലാണ് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം രോഗികളുടെ മുൻപിൽ, അവരുടെ കണ്ണുകളിൽ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം ഇത് വെറുതെ പറയല്ല. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം മനുഷ്യന്മാരുടെ അടുത്ത് ചെന്നിരുന്നാൽ അവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ ഒരു ചിന്തയൊന്നുമില്ലാത്ത, ഇത്തരം ആളുകളെ മൈൻഡ് ചെയ്യാത്ത, അവരോടൊരു കരുണയുമില്ലാത്ത, ഞാനും ഒരുപക്ഷെ നാളെ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടാം എന്ന ചിന്തയോ ഒന്നുമില്ലാതെ, അത്തരം ആളുകളെ ഒരു നിലക്കും മൈൻഡ് ചെയ്യാതെ, അവരടുത്തേക്ക് ഒന്നും പോകാതെ, അവരാശ്വസിക്കാനുള്ള സന്മനസ്സും സമയവും കണ്ടെത്താതെ ജീവിക്കുന്ന മനുഷ്യന്മാർ, അത്തരം മനുഷ്യന്മാരോട് നാളെ റബ്ബ് ചോദിക്കുമത്രേ, യാ ഇബ്ന ആദം, അല്ലയോ മനുഷ്യ, മരിൽതു ഫലം തഉദുനി, എടോ ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല? അള്ളാഹ് ചോദിക്കുമത്രേ, ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്തേ എന്നെ സന്ദർശിച്ചില്ല? അപ്പൊ ആ മനുഷ്യന്മാര് ചോദിക്കുമത്രേ, അമ അലിംത പടച്ചോനെ, നീ രോഗിയായി കിടന്നോ? അല്ലാഹുവേ, നിനക്ക് രോഗം ബാധിക്കുമോ? നീ എപ്പോഴാണ് റബ്ബെ രോഗിയായി കിടന്നത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ റബ്ബെ എന്ന് ആ മനുഷ്യന്മാര് പറയുമ്പോ അള്ളാഹു പറയുമത്രേ, അൻഅബ്ദി ഫുലാനൻ, എന്റെ നാട്ടില് ഇന്ന പേരുള്ള ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ രോഗിയായി കിടന്നത് നീ അറിഞ്ഞിരുന്നു. ആ മനുഷ്യൻ തളർന്നു കിടന്നത് നീ അറിഞ്ഞിരുന്നു. ആ മനുഷ്യൻ കാലങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്നത് നീ അറിഞ്ഞിരുന്നു. പക്ഷേ ഫലം തഉദുഹു, അവനെ ആശ്വസിപ്പിക്കാൻ നീ സമയം കണ്ടെത്തിയില്ല. അവന്റെ അടുക്കൽ നീ ചെന്നില്ല. അവനോട് നീ സമാധാനത്തിന്റെ വാക്കുകൾ ഉരിയാടിയില്ല. അമ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, ലവജത്തനി ഇൻദഹു, അവന്റെ അടുത്ത് നീ ചെന്നിരുന്നെങ്കിൽ അവന്റെ കണ്ണിലൂടെ, അവന്റെ കൺമുൻപിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറയുമത്രേ. അപ്പൊ അത്തരം ആളുകളുടെ അടുക്കൽ പോയിരിക്കുന്നത് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന്റെ വേളയിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യം, പടച്ച റബ്ബിന്റെ സാന്നിധ്യം, ആ മലക്കുകളുടെ പ്രാർത്ഥന, ആ സായിര്യങ്ങൾക്ക്, ആ സന്ദർശകർക്ക്, ആ ശുശ്രൂഷകൾ നൽകുന്ന, ആ പരിചരണം നൽകുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അപ്പൊ ദുനിയാവെന്ന് തന്നെ അള്ളാഹനെ കാണാനുള്ള ഒന്നാമത്തെ ഒരു മാർഗമാണത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല സഹോദരന്മാരെയും, ഈ ദുനിയാവിൽ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നാളെ നമുക്ക് പരലോകത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ആശ്വാസം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിലെ ഒരു പ്രയാസം, ദുനിയാവിലെ ഒരു ബുദ്ധിമുട്ട്
അത് നീക്കിക്കൊടുക്കുന്നതിൽ, അതിൽ ആശ്വാസം പകരുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ, നാളെ ആഖിറത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒരു തുറവി, ഒരു ആശ്വാസം അല്ലാഹു നമുക്ക് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുക വഴി നമുക്ക് തന്നെ നാളെ റബ്ബിന്റെ ആശ്വാസം ലഭിക്കാൻ അത് സഹായകരമായി തീരും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നല്ല കരുണയുള്ള മനസ്സിന്റെ ഉടമകളായി മാറുക. ഇർഹമൂ ഇർഹമൂ മൻ ഫിൽ അർദ്, ദുനിയാവിലുള്ളവരോട്, ഭൂമിയിലുള്ളവരോട് മനുഷ്യരെ നിങ്ങൾ കരുണ കാണിക്കൂ. ഇർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ, ഉപരിലോകത്തുള്ളവൻ, അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം വേണ്ടേ? അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടേ? ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും കൺചിമ വിട്ടുന്ന, കണ്ണിന്റെ ചിമ ഒന്ന് വെട്ടി വീഴുന്ന സെക്കൻഡിലൊരംശം, അത്ര സമയത്തേക്ക് പോലും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാത്ത ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയും വലിയ അനിവാര്യത നമ്മുടെയൊക്കെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനിവാര്യമാണ്. അതുകൊണ്ട് ദുനിയാവിലുള്ള മനുഷ്യരോട് നമ്മൾ കരുണ കാണിച്ചാൽ അള്ളാഹ് നമ്മോട് കരുണ കാണിക്കും. ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന, നല്ല കരുണ പറ്റാത്ത മനസ്സിന്റെ ഉടമകളായി ജീവിക്കുന്ന, ഇത്തരം മാറാരോഗങ്ങൾ കൊണ്ട് ശയ്യാവലംബരായി കിടക്കുന്ന മനുഷ്യന്മാർക്ക് തണലേകുക, അവർക്ക് വേണ്ട ആശ്വാസത്തിന്റെ, സഹായത്തിന്റെ എല്ലാ വാതായനങ്ങളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ തുറന്നു കൊടുക്കുക. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അഹബ്ബുന്നാസ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, ഇലല്ലാഹ്, അല്ലാഹുവിന്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവരെയാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. ആ ഉപകാരത്തിന്റെ മകുടോദാഹരണങ്ങളായി നമ്മുടെ ജീവിതം ധന്യമാക്കുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മൾ റജബ് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലാണ് ഇന്നുള്ളത്. എന്താണ് ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത? യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ നിഷിദ്ധമാക്കിയ, ആ രീതിയിൽ അള്ളാഹു ഒരുപാട് ഹുർമത്തുകൾ കൽപ്പിച്ച, അള്ളാഹു പവിത്രമായി എണ്ണിയ, പരിശുദ്ധ ഏറ്റവും ഹുർമത്തായി എണ്ണിയ 4 മാസങ്ങളിൽ ഒന്നാണ് ഇത് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന റജബ് മാസം എന്നുള്ളത്. എന്നാൽ സഹോദരന്മാരെ, അള്ളാഹുവോ അവന്റെ റസൂലോ ഹുർമത്ത് കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കാത്ത, അവർ പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ സാന്ദർഭികമായൊരു വിഷയമാണ് റജബ് 27-ന് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. എന്താ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യ വചനത്തിൽ വിശദീകരിക്കപ്പെട്ട സംഭവം. എന്താണ് സംഭവം? ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരു രാവ്, ആ ഒരു രാവ് നേരം പുലരുന്നതിന് മുൻപായി ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ 7 ആകാശങ്ങൾക്കും അപ്പുറം അള്ളാഹുവിന്റെ സവിധത്തിൽ കൊണ്ടുപോയി അള്ളാഹുവിനോട് സംസാരിച്ചു മടങ്ങി വന്ന പ്രവാചകന്റെ ജീവിതത്തിലെ ആ ഒരു മുഅ്ജിസത്ത്, അമാനുഷികമായ ആ ഒരു ദൃഷ്ടാന്തം, അതിന് സാക്ഷ്യം വഹിച്ച ആ ഒരു സംഭവത്തെയാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്രാ മിഅ്റാജ്, വിശിഷ്യ മിഅ്റാജ്. ആ സംഭവവുമായി ബന്ധപ്പെടുത്തി ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്തിൽ ഒരിക്കലും നോറ്റിട്ടില്ല. റസൂലുള്ള നോറ്റിട്ടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളയാകട്ടെ അങ്ങനെ ഒരു നോമ്പ് നമ്മോട് നോൽക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. മാത്രവുമല്ല, ഈ പറയപ്പെട്ട ഇസ്രാ മിഅ്റാജ് സംഭവം പ്രവാചകന്റെ ജീവിതത്തിലെ ഈ തൻ്റെ ഭൗതികമായ ഈ തടിയോടുകൂടി തന്നെ നടന്ന ഈ ഒരു മോജിസത്ത്, ഈ മോജിസത്ത് റജബിലാണ് എന്നത് തന്നെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉറപ്പുമില്ല. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിതമായി പറയപ്പെട്ടിട്ടില്ല എന്ത് പ്രവാചകന്റെ ജീവിതത്തിലെ ഈ മോജിസത്ത് നടന്നത്, ഈ മിഅ്റാജ് നടന്നത് റജബിലാണ് എന്ന് തന്നെ നമുക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഖണ്ഡിതമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആനിലും ഹദീസിലും ഇല്ല എന്നർത്ഥം. അതിന് പുറമെ ഈ റജബിൽ പ്രത്യേകമായി നോമ്പെടുക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുമില്ല, നിർദ്ദേശിച്ചിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസുകളെല്ലാം മൗദൂആണ്. മൗദൂഅ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നർത്ഥം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ വിശേഷിച്ചു റജബ് 27 വലിയ പുണ്യകരമായ ഒരു ദിനമായിട്ടാണ് ആളുകൾ കാണുന്നത്. അന്ന് പലവിധ ഇബാദത്തുകൾ പ്രത്യേകം നിർവഹിക്കുന്നു, നോമ്പെടുക്കുന്നു, അങ്ങനെ പലതും. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, റജബ് 27മായി ബന്ധപ്പെട്ടൊരു പ്രത്യേക നോമ്പ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. മിഅ്റാജ് എന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ തിങ്കളാഴ്ച ദിവസവും നമ്മോട് സുന്നത്ത് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. കഴിയുമെങ്കിൽ, ഞാൻ ജനിച്ച ദിവസമാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ അന്ന് നോമ്പെടുത്തോളൂ, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, കഴിയുമെങ്കിൽ നോമ്പെടുത്തോളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം 9, 10, താസുആ, ആശൂറ എന്ന പേരുകളിൽ നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹിജ്ജ 9 അറഫാ ദിനത്തിലെ നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിൽ, എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിൽ സുന്നത്ത് നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട സ്വഹീഹായ രീതിയിൽ ഹദീസുകളിൽ വന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സുന്നത്ത് നോമ്പുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു രൂപത്തിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട്, റജബ് 27മായി ബന്ധപ്പെട്ട് ഒരു നോമ്പും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതാണെങ്കിലും നോമ്പല്ലേ, ഏതായാലും നല്ല കാര്യമല്ലേ, മിഅ്റാജിന്റെ പുണ്യം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ചെയ്യാൻ പറ്റുമോ? അതൊട്ട് പറ്റൂല. നമ്മൾ ദുഹർ എത്ര റക്അത്ത് നിസ്കരിക്കല്? 4 റക്അത്ത് അല്ലേ? നിസ്കാരല്ലേ, ഒരു റക്അത്ത് അധികരിക്കട്ടെ, എന്താ ഇപ്പൊ കുഴപ്പം? ആരെങ്കിലും റക്അത്ത് അധികം നിസ്കരിക്കലുണ്ടോ? ഇല്ല. കാരണം ഓരോ ഇബാദത്തുകൾക്കും ഓരോ കർമ്മങ്ങൾക്കും റസൂലുള്ളാഹിന്റെ അധ്യാപനമുണ്ട്. അവിടെ നിൽക്കണം, ഇത് കൂട്ടാനോ കുറക്കാനോ പാടില്ല. നമുക്ക് നല്ലതാണെന്ന് തോന്നിയാലും ദീൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല. പുണ്യം ആഗ്രഹിച്ച് നമ്മുടെ വകയായി ഒന്നും മതപരമായ നിലക്കൊന്നും ചെയ്യാൻ പാടില്ല. റസൂൽ അതാ പഠിപ്പിച്ചത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മനുഷ്യന്മാരെ, എൻ്റെ ഉമ്മത്തെ, ഞാൻ പഠിപ്പിച്ച ദീന്, ആ ദീനിൽ നിങ്ങളുടെ വകയായി പിന്നെ ഒന്നും കൂട്ടിച്ചേർക്കരുത് കേട്ടോ. നിങ്ങളുടെ വകയായി പിന്നെ ഒന്നും കൂട്ടിച്ചേർക്കരുത് കേട്ടോ. പിന്നെ പുണ്യം ആഗ്രഹിച്ച് അവനവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും എന്റെ അധ്യാപനമില്ലാത്തത് ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്. അവനത് ചെയ്യാൻ പാടില്ല എന്നല്ല, അവൻ ചെയ്താൽ അതിന്റെ പേരിൽ അവൻ ശിക്ഷാർഹൻ കൂടിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത് ചെയ്യുക പുണ്യമാണെന്ന് പ്രതീക്ഷിച്ച്. സഹോദരന്മാരെ, അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുക. സുന്നത്തിനെതിറിയത്. സുന്നത്ത് എന്ന് പറഞ്ഞ പ്രവാചകന്റെ മാതൃകയുള്ളത്, പ്രവാചകന്റെ അധ്യാപനമുള്ളത്, കൽപ്പനയുള്ളത്. അതിന് നേരെ വിപരീതമാണ് ബിദ്അത്ത്. മതത്തിന്റെ പേര് പറഞ്ഞു തന്നെ, ദീനിന്റെ പേര് പറഞ്ഞു തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ചെയ്യുക, ഇതിനാണ് ബിദ്അത്ത് പറയുക. ആ ബിദ്അത്ത് ചെയ്താൽ എന്താ അതുകൊണ്ടുള്ള പ്രയാസം എന്താ? വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും എല്ലാ വഴികേടും അതിന്റെ പര്യവസാനം നരകവുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ വലിയ ആവേശം പകർന്ന് ഈ മിഹ്റാജിന്റെ 27-ാം നോമ്പ് വലിയ പൂരിശയോടുകൂടി നോൽക്കുന്ന സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത, പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത, സുന്നത്തായ രൂപത്തിൽ നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ബിദ്അത്താണത്. വിട്ടുനിൽക്കുക. സുന്നത്തുകൾ തന്നെ നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്, പഠിപ്പിക്കപ്പെട്ടവ അത് കൃത്യമായി ചെയ്യുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുത് വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഇണതുണകൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന മറ്റു പല പ്രയാസങ്ങളാൽ കഴിയുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ആശ്വാസവും ശിഫയും സമാധാനവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المسلمين في كل مكان الذين يجاهدون لاغلاء كلمه لا اله الا الله. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.